വല്യപ്പനും കൊച്ചുമോളും കൂടെ ഭയങ്കര സംസാരമാണ് അവിടെ. അപ്പം വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് JS Super 3. അപ്പോൾ നാട്ടിലെ വ്ളോഗാന്ന് മനസ്സിലായല്ലോ. അങ്ങനെ നമ്മൾ ഇത് കോട്ടയത്താണ്. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കോട്ടയത്ത് കാണിക്കുന്ന ഒരേ ഒരു പാർക്ക് എന്ന് പറയുന്നത് നെഹ്റു പാർക്കാണ്. പിന്നുള്ളതെല്ലാം എറണാകുളം. അത് ദൂരമല്ലേ, ഈ മഴയും പിന്നൊരു യാത്രയും അത് പറ്റുകയില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് കോട്ടയത്ത് തെള്ളകത്ത്, അതായത് കാരിദാസിനടുത്തായിട്ട് ചൈതന്യ എന്ന് പറഞ്ഞൊരു ചിൽഡ്രൻസ് പാർക്ക് ഇങ്ങനെ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത്. ഗൂഗിൾ മാപ്പ് ഫോളോ ചെയ്താൽ ഇവിടെ എത്താൻ ഇച്ചിരി പാടാട്ടോ. നേരെ മെയിൻ റോഡ് പിടിച്ചാൽ മാത്രം കാരിദാസിനടുത്ത് നമ്മൾ ഈ റെസ്റ്റോറൻറ്റുള്ള ആദാമിൻ്റെ ചായക്കട അതിന് ഓപ്പോസിറ്റായിട്ട് വരും. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് കറങ്ങിപ്പോകും കേട്ടോ. വഴിയില്ലാത്ത വഴിയെ കൂടെ ഒക്കെ പോയി നമ്മൾ ബാക്കിൽ പോയി ഗൂഗിൾ മാപ്പ് ഫോളോ ചെയ്താൽ എങ്ങാണ്ട് ചെന്നെത്തും. ഇതിൻ്റെ അകത്ത് ഇതുവരെ എൻട്രി ഫീസ് ഒന്നും ആക്കിയിട്ടില്ല, പക്ഷെ ഫ്യൂച്ചറിൽ ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു മ്യൂസിയം ഉണ്ട്, പിന്നെ പ്ലാന്റ് നഴ്സറി ഉണ്ട്, പിള്ളേർക്ക് വേണ്ട അത്യാവശ്യം നല്ല എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, ഒരു കുഞ്ഞ് ചായക്കടയുണ്ട്. ബോട്ടിങ്ങിൻ്റെ ഒരു ചെറിയ സൂചനയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ബോട്ടിങ്ങിന് മാത്രമുള്ള സ്പേസ് ഒന്നുമില്ല, അതുപോലെ ബോട്ട് അത്ര വർക്കിങ്ങും അല്ല. പിന്നെ ഒരു ഓപ്പൺ ജിം, അത്രയൊക്കെയാണ് ഇതിനകത്തുള്ള സാധനങ്ങൾ. അപ്പോൾ അതെ, മമ്മിക്കും ഡാഡിക്കും എൻ്റർടൈൻമെൻറ്റായി. അവരത് ഇതിനകത്ത് ഒരു സാധനം പോലും വിട്ടിട്ടില്ല. കാര്യം 1 2 3 എന്ന് പറഞ്ഞ് ചുറ്റി നടന്ന് കണ്ടു. അപ്പോൾ ഇത് കണ്ടോ അത് കണ്ടോ ഇത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സൈറ്റ്മെൻറ്റും, അതായത് പണ്ട് കണ്ട സാധനങ്ങളൊക്കെ കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അത് അവർക്കൊണ്ട് നമുക്കുണ്ട് കേട്ടോ. നമ്മളൊക്കെ എന്താ പറയുന്നത്, ചെറുപ്പത്തിലൊക്കെ കാണുന്ന സാധനങ്ങളൊക്കെ ആണല്ലോ ഇരിക്കുന്നത്. പോകുന്നത് അറിയുന്നില്ല, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മളും ആൻറ്റിക്സ് ആവും. ചിമ്മിനി വിളക്ക്, റാന്തൽ. അതെ, അതൊക്കെ തൂക്കിയിടുന്ന അതെന്തോ ഒരു മോഡലാണ്. നല്ല രസമുണ്ട്. ഇതാണ് കമ്പിയില്ലാ കമ്പി എന്ന് പറയുന്നത്. ഫോണ എന്നാ മറ്റേത് പോസ്റ്റ് ഓഫീസ്, നല്ലൊരു അടി പോസ്റ്റ്. ഇത് കണ്ടോ കിണ്ടി, കിണ്ടി കിണ്ടി കണ്ടോ, കിണ്ടി എന്നതിന്റെ പേര്. ഞാൻ കണ്ട് കിണ്ടി കിണ്ടി ഇതെല്ലാം നമുക്കുണ്ടാകുന്ന കിണ്ടിയാണ്. അവിടെ വീട്ടിൽ കൂടെ എങ്ങാണ്ടൊക്കെ ഇരിപ്പുണ്ട്. ഡാഡി പറയുന്നത് വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് അതിന് ആർക്കും ഒരു വിലയില്ല. ഇവിടെ ഇരിക്കുന്ന കാണുമ്പോൾ എന്ത് എക്സൈറ്റ്മെൻറ്റോട് കൂടി കാണുന്നതാണ്. അതും കാര്യമില്ലാതില്ല. പിള്ളേരതെ അവരെ സന്തോഷത്തോടെ കളിച്ച് തിമിർക്കുക. ലവ് ബേർഡ്സ് ആണ്, ലവ് ബേർഡ്സ് എന്ന് പറയും. ഓ, ലവ് ബേർഡ്സ് കേട്ടിട്ടുണ്ട്. മുട്ടയുണ്ടോ? ചിലപ്പോൾ അതിനകത്ത് മുട്ട കാണും, ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവും. ഒരു മുട്ടയില്ല, തീറ്റയുണ്ട്. നമുക്ക് കാണാൻ പറ്റുമല്ലോ, ചിലപ്പോൾ അതൊക്കെ അതിന്റെ കൂടെ കാണുന്നുണ്ട്. ആ വലിയ റൗണ്ടിലിരിക്കുന്ന കാലം കാലം കുഞ്ഞിക്ക്. One for അപ്പ, 1 for പിന്നെ ആർക്കൊക്കെയാ? ടച്ച് ചെയ്യണ്ട. എല്ലാവർക്കും ഗീതം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിള്ളേരൊരു കാര്യം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി മടി പിടിച്ച മമ്മിയും ഡാഡിയെ. കാര്യം മഴയും തണുപ്പും ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നമ്മൾ നിർബന്ധിച്ചിറക്കിയ കാര്യം, നമ്മളൊക്കെ ഉള്ളപ്പോഴല്ലേ ഇവരിങ്ങനത്തെ കറക്കമൊക്കത്തിനൊക്കെ പുറത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും മമ്മിയുടെ ഡാഡിയുടെ മൂഡാകെ അങ്ങ് മാറി. കാര്യം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മമ്മിയാണ് റിട്ടയർഡ് ബോട്ടണി ടീച്ചർ. അപ്പോൾ പിന്നെ പറയാൻ വേണ്ടല്ലോ, ഈ ബോട്ടണിക്കാർക്ക് പ്ലാന്റ്സിനോടുള്ള സ്നേഹവും മമതയും. അങ്ങനെയല്ല, തിരിച്ചല്ലേ വേണ്ട.
ചിരി നോക്കി, കുഞ്ഞിയുടെ മുഖത്ത് ചിരി നോക്കി. ഡാഡിയെ നോക്കുവാ. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ A few moments later. കുഞ്ഞ് ദൈവത്തന്നെ വിടുന്നില്ലെന്ന്. കുഞ്ഞ് ഇവിടെ തന്നെ പിടിച്ചിരിക്കുക. ഓ, എന്താ പറയാൻ ട്രൈ ചെയ്യുന്നേ? വായൊക്കെ പോകുന്ന നോക്കി. ആ, കാലൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. പാവക്ക് തവളയുണ്ട് കടിക്ക. ഭയങ്കര സംസാരമാണല്ലോ. ഡാഡി എല്ലാത്തിനും ഡാഡി നല്ല പേഷ്യൻസ് കാണിക്കുന്നുണ്ട്. എല്ലാത്തിലും കയറ്റി കുഞ്ഞ് എൻജോയ് ചെയ്യുക. എന്താ കുഞ്ചു അത്? എന്താ കുഞ്ചു അത്? എ ഫ്രോഗ്, എ ബിഗ് ഫ്രോഗ്. ഇതിനകത്ത് അത്യാവശ്യം എൻ്റർടൈൻഡ് ആകാനുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ട്രംപോളിൻ വർക്കിംഗ് അല്ലായിരുന്നു. പിന്നെ ബോൾ പിറ്റ് അതിന് 20 റുപ്പീസ് കൊടുക്കണം. പിന്നെ അതുപോലെ അത് ഈ റൈഡ്സ് ഇതിന് 150 രൂപയും. അപ്പം 15 മിനിറ്റ്സ് കിട്ടും. 15 എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതലൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഇതല്ലാതെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ആൾക്കാർ ഫ്രീ ജിമ്മസസ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ജിം സ്പേസ് ഒക്കെ. അപ്പോൾ അങ്ങോട്ടൊക്കെ ആൾക്കാർ വരുന്നു, അങ്ങനെയൊക്കെയുണ്ട്. പാർക്ക് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കും, അതായത് ബഹളവും ആളുകൾ വന്നു പോയിരിക്കുന്ന അങ്ങനെ ഒരു ഏരിയ ആണ്. ഇരിക്കുകയാണോ? ആണോ? എന്താണെന്നറിയോ? പെറ്റ് കേക്ക്. അമ്മ പിന്നെന്താണ്, നമ്മളിതും കൂടെ കഴിഞ്ഞിട്ട് ഒരു നൈറ്റ് റൗണ്ട് അടിച്ചിട്ട് നേരെ പോയി കോട്ടൺ നൈറ്റ്സിൽ പോയി ഒരു ഡിന്നറുമായി.